നമ്മോടൊപ്പം ഇപ്പോൾ ജെ സഖിൽ കൂടി ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ജെ സഖിൽ, ഈ പറഞ്ഞതുപോലെ അത് വലിയൊരു വിജയം UDF ഉണ്ടായി എന്നത് മാത്രമല്ല, കോട്ടകൊത്തളങ്ങളിലാണ് UDF ഈ കടന്നു കയറിയത് എന്നാണ് UDF തന്നെ പ്രതീക്ഷിച്ചിരുന്നു ഈ തരത്തിലുള്ള വിജയം. അത് VD സതീശൻ 100 എന്ന് പറയുമ്പോൾ പോലും ജയിച്ച സീറ്റുകളിൽ പലതും LDFന്റെ ഉറച്ച കോട്ടകൾ പോലും ഈ തരത്തിൽ വീഴുന്നതാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ ഈ വിജയം കേരളത്തിലെ ജനങ്ങളോട് ആദ്യം നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിലെ ജനങ്ങൾ എന്താണ് ഈ കേരളത്തിലെ സംസ്ഥാനത്തിൻ്റെ ഭരണം കൊണ്ട് ജനങ്ങൾ അനുഭവിച്ച യാതന, അവരുടെ ബുദ്ധിമുട്ടുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് കേരളത്തിൽ ജനകീയമായ ഒരു ഭരണം അനിവാര്യമാണ് എന്നുള്ള ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ അവർ മനസ്സറിഞ്ഞ് UDFനെ കോൺഗ്രസിനെ സഹായിച്ചുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള വിജയത്തിലേക്ക് ഞങ്ങളെ നയിച്ചത്. കഴിഞ്ഞ 10 വർഷക്കാലമായി പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചപ്പോൾ, അവർക്കൊപ്പം നിന്നപ്പോൾ, അവരുടെ നിലപാടുകൾക്കൊപ്പം, അവരുടെ ആവശ്യങ്ങൾക്കൊപ്പം അടിയുറച്ചു നിന്നപ്പോൾ അവർ നൽകിയ ഒരു മധുരമായി ഈ തെരഞ്ഞെടുപ്പ് വിജയത്തെ ഞങ്ങൾ കാണുകയാണ്. ഒരു കാര്യം ഉറപ്പാണ്, എന്താണ് UDF പറഞ്ഞിരുന്നത്, എന്താണ് കേരളത്തിലെ കോൺഗ്രസ് പറഞ്ഞിരുന്നത്? ഈ കേരളത്തിലെ ഒരു അഴിമതി നിറഞ്ഞ ഭരണം, വികസനമാണ് ഞങ്ങൾ നടത്തുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു തരത്തിലും എടുത്തു കാണിക്കാൻ കഴിയാത്ത വികസനത്തിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം പോലും തുറന്നു കാണിക്കാൻ കഴിയാത്ത ഒരു ഗവൺമെൻറ്റായി കേരളത്തിലെ LDF ഗവൺമെൻറ് മാറിയിരുന്ന സമയത്ത് കേരളത്തിലെ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നത് ഇപ്പോൾ ഈ കഴിഞ്ഞ 10 വർഷക്കാലമായി നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹത്തെ ഒന്ന് നേരിൽ പോയി കണ്ട് ഒരു ആവലാതി പറയാൻ പോലും ഒരു സാധാരണക്കാരന് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം. കേരളത്തിലെ മാധ്യമപ്രവർത്തകരുടെ അവസ്ഥ എന്തായിരുന്നു? കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്ക് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി ഒരു ചോദ്യം ചോദിക്കാൻ പോലും ഭയമായിരുന്നു. എന്തെങ്കിലും തരത്തിലുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ കടക്ക് പുറത്ത് എന്ന വാചകം കേരളത്തിലെ മാധ്യമപ്രവർത്തകർ കേട്ടതാണ്. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരണം. ഈ ജനാധിപത്യത്തിൻ്റെ 3rd പില്ലറായിട്ടുള്ള മാധ്യമങ്ങൾക്ക് പോലും അവരുടെ ജനാധിപത്യ മര്യാദയുടെ ഭാഗമായിട്ട് മറുപടി കൊടുക്കാൻ കഴിയുന്ന ഒരു ഗവൺമെൻറ് ഈ നാടിന് വേണം. ജനങ്ങളെ കേൾക്കുന്ന മന്ത്രിമാർ വേണം. ജനങ്ങളുടെ ആവശ്യങ്ങൾ ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെ നാടിനുണ്ടെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ ജനാധിപത്യം എന്ന് പറയുന്ന വാചകത്തിന് ഒരു അർത്ഥം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് ഈ കഴിഞ്ഞ കുറേ കാലമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ജനങ്ങൾ അതിന് ബോധ്യപ്പെട്ടുകൊണ്ട്, ജനകീയനായ ഒരു മുഖ്യമന്ത്രിയെ തേടിക്കൊണ്ട്, ജനകീയമായ മന്ത്രിമാരെ തേടിക്കൊണ്ട്, കോൺഗ്രസിനാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ കഴിയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ നൽകിയ വലിയ വിജയമായി ഞങ്ങൾ ഈ വിജയത്തെ കാണുന്നു. തീർച്ചയായിട്ടും ഈ വിജയത്തെ ഞങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എങ്ങനെയൊക്കെ ജനങ്ങൾക്ക് വേണ്ടി ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുമോ അത്തരം പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. ജയസഖിൽ, ഈ വലിയ വിജയം ഉണ്ടാകുമ്പോഴും ഇടതുപക്ഷത്ത് നിന്ന് വിമർശനങ്ങൾ ഈ രീതിയിൽ ഉന്നയിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ കനകോലുവിന്റെ സിദ്ധാന്തം അത് പ്രചാരണം നടത്തി, അതിൽ ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടു. അത് മാറ്റാനായിരിക്കും ശ്രമമെന്നാണ് DYFIയുടെ നേതാക്കൾ പറയുന്നത്. അല്ല, അത് സ്വാഭാവികമായിട്ട് ഇനി ഇത്തരത്തിലൊരു കനത്ത പരാജയം നേരിടുന്ന സമയത്ത് ഈ പറയുന്ന പോലെ ക്യാപ്സ്യൂളൊക്കെ ആയിട്ട് CPMന്റെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും ഇത്തരം ക്യാപ്സ്യൂളുകൾ ഇന്ന് വൈകുന്നേരം മുതലാണോ അവരിപ്പം തന്നെ ആലോചിക്കുകയാണ് വൈകുന്നേരം മുതലുള്ള ചാനൽ ചർച്ചകളിൽ എന്താണ് പറയേണ്ടതെന്നുള്ള കാര്യത്തിനകത്ത്. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ അത്രമാത്രം വിഡ്ഢികളല്ലല്ലോ. കഴിഞ്ഞ 10 വർഷക്കാലമായി അവർ പറയുന്നത് പോലെ കേരളത്തിലെ ജനങ്ങളെ വിശ്വസിപ്പിച്ചുകൊണ്ട് 10 വർഷക്കാലമായി അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ടാണ് ഈ പറഞ്ഞതുപോലെ മിന്നും വിജയം കോൺഗ്രസിന് അല്ലെങ്കിൽ UDFന് ജനങ്ങൾ നൽകിയത്. അപ്പോൾ ജനങ്ങൾ അവർക്ക് വോട്ട് ചെയ്താൽ മാത്രമാണ് ജനങ്ങൾ മികച്ച ആളുകൾ അല്ലെങ്കിൽ ബുദ്ധിയുള്ള ആളുകൾ, തെറ്റിദ്ധരിക്കാത്ത ആളുകൾ എന്ന് പറയുകയും അവർ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ, അവർ വമ്പൻ പരാജയം നേരിട്ട് കഴിഞ്ഞാൽ ഉടനെ പറയുകയാണ് കേരളത്തിലെ ജനങ്ങളെയൊക്കെ കബളിപ്പിച്ചു, പറ്റിക്കപ്പെട്ടു, ചതിക്കപ്പെട്ടു എന്ന് പറയുന്ന ആ ഒരു സിദ്ധാന്തമൊക്കെ അത് പഴഞ്ചൻ സിദ്ധാന്തമാണ്. അത് കണ്ണൂർ രാഷ്ട്രീയത്തിൽ പോലും തെളിയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. കണ്ണൂർ പോലും ദയനീയമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി 8 റൗണ്ട് 9 റൗണ്ട് പരാജയത്തിൻ്റെ നിഴലിലേക്ക് എത്തി. ഇനി അദ്ദേഹം 1000 അല്ലെങ്കിൽ 2000 അല്ലെങ്കിൽ 5000 വോട്ടിന് ജയിച്ചിട്ടും കാര്യമില്ലാത്ത അവസ്ഥയിലേക്ക് അദ്ദേഹത്തിൻ്റെ വിജയം ചുരുങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ ആ നിലപാട് അത് ജനങ്ങളുടെ ഈ പറയുന്നത് പോലെ വിവരമില്ലായ്മയല്ല, ജനങ്ങൾ വിവരമുള്ള ആളുകളായതുകൊണ്ടാണ്. കേരളത്തിലെ ജനങ്ങൾ ബോധ്യവും വിവരവും വിദ്യാഭ്യാസവുമുള്ള ജനങ്ങളായതുകൊണ്ടും സാക്ഷരതയുള്ള ജനങ്ങളായതുകൊണ്ടും ജനങ്ങൾ നൽകിയ കനത്ത ശിക്ഷയും പ്രഹരവുമാണ് എന്നുള്ളത് CPM ഇനിയെങ്കിലും മനസ്സിലാക്കിയ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. തീർച്ചയായും അത് ഈ പറഞ്ഞതുപോലെ അതെന്തായാലും ഈ സമയം ആ രീതിയിൽ തന്നെയാണ് പ്രതിരോധിക്കാനും ശ്രമിക്കുക എന്ന കാര്യം നമുക്കറിയാം. പക്ഷേ ഈ രീതിയിൽ പോരാ CPM ഇതിനെ ചിന്തിക്കേണ്ടത് എന്ന് തന്നെയാണ് ഒരുപക്ഷെ നമുക്ക് പറയാനാവുക. കാരണം ഇത് എവിടെയൊക്കെ തോറ്റു എന്നത് നമ്മൾ ആ മലബാറിൽ നിന്ന് മാത്രം ഒന്ന് കണ്ണോടിച്ചാൽ നമുക്ക് മനസ്സിലാകും. അത് ധർമ്മടത്തും തലശ്ശേരിയിലും കൂത്തുപറമ്പിലും മട്ടന്നൂരിലും ജയിച്ച ആ ചുവന്ന പൊട്ട്, ഒരുപക്ഷെ ജയിച്ചേക്കാം എന്ന് പറയുന്ന ആ ചുവന്ന പൊട്ട് എല്ലായിടത്തും ഭൂരിപക്ഷം നന്നേ കുറവാണ്. ധർമ്മടത്ത് പോലും 10,000-ലേക്ക് ഭൂരിപക്ഷത്തിൽ
അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴും എത്താൻ സാധിക്കുന്നില്ല. ധർമ്മടം ഒരുപക്ഷെ ജയിച്ചേക്കാം എന്ന് നമുക്കറിയാം. അതിലേറെ അബ്ദുൾ റഷീദ് പറഞ്ഞ വാക്കാണ്, ഒരുപക്ഷെ ധർമ്മടത്ത് വിജയിക്കും എന്ന് UDF പോലും കരുതിയിരുന്നില്ല എന്നതുകൊണ്ടാണ് ആ പ്രചാരണം ആ തരത്തിലേക്ക് ധർമ്മടത്ത് നടന്നില്ല എന്ന കാര്യം ഉറപ്പാണ്. വലിയ ഒരു നേതൃനിര ഉടനീളം ധർമ്മടത്തേക്ക് പോയി കേന്ദ്രീകരിച്ചൊരു പ്രചാരണം നടത്തിയിരുന്നുവെങ്കിൽ ഈ രീതിയിലായിരിക്കില്ല ഈ ഫലം എന്നത് ഉറപ്പാണ്.